സംസ്ഥാന സർക്കാർ നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച ബസ് ഗരുഡ പ്രീമിയം എന്ന പേരിൽ കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് ആരംഭിച്ചു. ആദ്യ സർവീസിൽ തന്നെ ഹൌസ്ഫുള്ളായാണ് ബസിന്റെ യാത്ര. ഇന്ന് രാവിലെ 4 മണിക്കാണ് ബസ് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടത്. എന്നാൽ ആദ്യ യാത്രയിൽ തന്നെ ഗരുഡ പ്രീമിയം ബസിന്റെ വാതിൽ തകർന്നു. പിന്നീട് വാതിൽ കെട്ടിവെച്ചാണ് യാത്ര തുടർന്നത്. യാത്ര തുടങ്ങിയ അല്പസമയത്തിനകം തന്നെ വാതിൽ തനിയെ തുറന്നു വരികയായിരുന്നു. തുടർന്നാണ് വാതിൽ താൽക്കാലികമായി കെട്ടിവെച്ച് യാത്ര തുടങ്ങിയത്. നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച ബസിന്റെ ആദ്യ യാത്രയുടെ ഭാഗമാകണമെന്ന് കരുതിയാണ് ബംഗളൂരുവിലേക്ക് പോകാൻ നേരത്തെ തന്നെ സീറ്റ് ബുക്ക് ചെയ്തതെന്ന് യാത്രക്കാരിൽ ചിലർ പ്രതികരിച്ചു. ഉപയോഗിക്കാതെ കട്ടപ്പുറത്തിടാതെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കിയത് നല്ല കാര്യമാണെന്നും യാത്രക്കാർ പ്രതികരിച്ചു. 1171 രൂപയാണ് സെസ് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക്. AC ബസ്സുകൾക്കുള്ള 5% ആഡംബര നികുതിയും നൽകണം. മുഖ്യമന്ത്രി ഇരുന്ന സീറ്റ് ബുക്ക് ചെയ്യാനാണ് യാത്രക്കാരിൽ പലർക്കും താൽപര്യം. ഡിപ്പോയിൽ നേരിട്ടെത്തി ഇക്കാര്യം അന്വേഷിച്ചവരും ഏറെയാണ്. സീറ്റ് നമ്പർ 25-ലായിരുന്നു മുഖ്യമന്ത്രി ഇരുന്നത്. ഈ സീറ്റിൽ ഉൾപ്പെടെ എല്ലാ സീറ്റിലും മുഴുവൻ യാത്രക്കാരുമായിട്ടാണ് ബസ് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടത്. തിരുവനന്തപുരം കോഴിക്കോട് സർവീസിലും മുഖ്യമന്ത്രിയുടെ സീറ്റ് ദിവസങ്ങൾക്ക് മുൻപേ ബുക്ക് ചെയ്തിരുന്നു. ഗരുഡ പ്രീമിയം എന്ന പേരിലാണ് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്നത്. എല്ലാ ദിവസവും പുലർച്ചെ 4-ന് കോഴിക്കോട് നിന്നും തിരിച്ച് 11:35-ന് ബംഗളൂരുവിലെത്തും. പകൽ 2:30-ന് ബംഗളൂരുവിൽ നിന്ന് തിരിച്ച് രാത്രി 10:05-ന് കോഴിക്കോട് എത്തിച്ചേരും. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട വിഭവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.